ലോകത്തിലെ എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഫറിങ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സഫറിങ്സ് ചിലത് നമ്മുടെ കൺട്രോളിലാവും, ചിലത് നമ്മുടെ കൺട്രോളിൻ്റെ പുറത്താവും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ ഇത് വിട്ടുകള, മറന്നു കള എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചില പ്രോബ്ലംസ് ഒന്നും അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന പ്രശ്നമൊന്നും ആവില്ല. അപ്പോൾ അതിൽ വീണ്ടും വീണ്ടും നമ്മൾ ഡെപ്തിലേക്ക് ഇറങ്ങി ഡിപ്രഷനിലേക്കും വലിയ സഫറിങ്ങിലേക്ക് ആളുകൾ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു വഴിയാണ് അതിൻ്റെ മീനിങ്ങിനെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത്. മീനിങ് എന്ന് പറയുമ്പോൾ അത് പലർക്കും പല രീതിയിലാവും. ചിലർക്ക് അത് പേഴ്സണൽ റിഫ്ലക്ഷൻ ആവും, ചിലർക്ക് സ്പിരിച്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ മോഡേൺ വേൾഡിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുവന്ന ഒരാളാണ് വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു ഓസ്ട്രിയൻ സൈക്കോളജിസ്റ്റ്. അവരൊരു ഹോളോകോസ്റ്റ് സർവൈവർ ആയിരുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ഒബ്സർവേഷൻ, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ അതിഭീകരമായ സഫറിങ് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് കണ്ടെത്താൻ ശ്രമിച്ചവർക്കും കണ്ടെത്തിയവർക്കും കൂടുതൽ സർവൈവൽ ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ ഒബ്സർവേഷൻ. ആ ഒരു പ്രോസസ്സിനെയാണ് പിന്നെ ലോഗോതെറാപ്പി എന്ന പേരിലൊക്കെ അത്